വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3 മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 1 അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാകുമോ? നിങ്ങൾ അതാത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതയുമുള്ളവരെ തിരഞ്ഞെടുക്കുവിൻ. അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം. നീ നിർദ്ദേശിച്ച കാര്യം വളരെ നന്ന് എന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും പക്വമതികളുമായ ഗോത്ര തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ന്യായാധിപന്മാരാക്കി. 1000-ങ്ങളുടെയും 100-കളുടെയും 50-കളുടെയും 10-കളുടെയും അധിപന്മാരായി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരന്മാർ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കരുത്. ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റേതാകയാൽ നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അവ തീരുമാനിച്ചു കൊള്ളാം. ഈശോയിൽ പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ വഹിക്കുവാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ മോശ അവരെ ഗണമായിട്ട് തിരിച്ചിട്ട് അവരുടെ ഇടയിലെ പക്വമതികളും വിജ്ഞാനപ്രദരും ശാന്തശീലരുമായ ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ഗണമാക്കി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെ എല്ലാവർക്കും നീതിയും എല്ലാവരുമായിട്ടുള്ളൊരു നല്ല ബന്ധവും സ്ഥാപിച്ചെടുക്കുവാൻ അവർക്ക് പറ്റി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ കുടുംബ കൂട്ടായ്മ രൂപം കൊണ്ടിരിക്കുന്നതും ഏതാണ്ട് ഇതേ മോഡലിലാണെന്ന് നമുക്ക് പറയാം. അത് കൃത്യതയോടുകൂടി പോയാൽ നമ്മളുടെ ഇടയിലും വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. 10-15 കുടുംബങ്ങൾക്കൊരു ലീഡറെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൃത്യതയോടുകൂടി ആ എടുത്തയാളിന് ആ ചുമതലകൾ കൊടുക്കുകയും ഓരോ കുടുംബങ്ങളുടെയും നാഡീസ്പന്ദനം അറിഞ്ഞ് ഇടവക വികാരിയുമായിട്ട് സഹകരിച്ച് അത് ഏത് വിഷയമുണ്ടെങ്കിലും ഇടവക വികാരിയോട് ഷെയർ ചെയ്ത് തനിച്ച് തീർക്കാൻ പറ്റുകയില്ലാത്തതെല്ലാം തീർക്കാൻ ഇടവക വികാരിയെ ചുമതലപ്പെടുത്തി അവരെ അതിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്തു ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ തുടങ്ങി വെച്ചതാണ് നമ്മളുടെ കുടുംബ കൂട്ടായ്മയും. പക്ഷേ അത് ഇന്ന് പ്രയോജനരഹിതമായ ഒരു അന്തരീക്ഷത്തിലാണ് പോവുക. കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ നിന്നുണ്ടാകുന്നില്ല. അത് കാരണം പലപ്പോഴും ഇന്ന് സഭയോട് മറുതലിച്ചു നിൽക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ബലിയർപ്പണത്തിന് വരും പോകും. അതിനപ്പുറം ഇടവകയുടെ പൊതുയോഗങ്ങളിലോ ഇടവകയുടെ മറ്റു കാര്യങ്ങളിലോ ബന്ധപ്പെടാനും പരസ്പരമുള്ള അകൽച്ചകൾ അകറ്റിയെടുക്കാനും വിദ്വേഷവും വെറുപ്പും നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതാക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു, പ്രോപ്പറായിട്ട് അത് കൊണ്ടുപോയിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, ഇന്ന് ആ സ്ട്രക്ചർ നമുക്കുണ്ട്. പക്ഷേ അതിനെ ക്രമപ്പെടുത്തിയെടുക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിൽ ഇന്ന് നമ്മളിവിടെ ജീവിക്കുന്ന നമുക്കറിയാം, നമ്മൾ ഒത്തിരി പ്രതിസന്ധിയിലാണ് ക്രൈസ്തവ സമൂഹം. അവിടെയൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മളുടെ ഇടയിൽ ഐക്യമുണ്ടാകണം. ഐക്യത്തിനെ തകർക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ 4 വശവും ഉണ്ടാകുമ്പം നമ്മൾ അതിനെ മണത്തറിയാനും എവിടെയെങ്കിലും വിള്ളലുണ്ടെങ്കിൽ അപ്പം തന്നെ പരിഹരിക്കാൻ കൂട്ടായ്മ ലീഡർമാർക്ക് പറ്റണം. അഥവാ പറ്റാതെ വന്നാൽ 10, 20, 30 ഒക്കെ വരുന്ന വേറെ ഒരാളുടെ അതിന് കൊടുക്കുകൊണ്ടോ അല്ലെങ്കിൽ ഇടവക വികാരിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ ഒക്കെ കൃത്യതയോടുകൂടി അസ്വസ്ഥതകൾ ഉണ്ടാകാതെ കൊണ്ടുപോകാൻ ഇനിയെങ്കിലും നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ തൂത്തെറിയപ്പെടും ഇവിടുന്ന്. അതുകൊണ്ട് ഉണർന്ന് സഭ, സമൂഹം, ഇടവകജനം എല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു വലിയ ആവശ്യ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുക. ഇത് നമുക്ക് നമ്മുടെ ഇടവക വികാരിമാരെയും സഭയുടെ നേതൃത്വവും ഒക്കെ നമ്മളോട് സഹകരിക്കും. പക്ഷേ നമ്മളും അവരുമായിട്ടുള്ള ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുത്തുകൊണ്ട് നന്നായിട്ട് പോകാനും സഭയെ നന്നായി നയിക്കുവാനും വിശുദ്ധിയോടും വെടുപ്പോടും ദൈവസ്നേഹത്തിലും നിറഞ്ഞ ഒരു നല്ല കമ്മ്യൂണിറ്റി, ആദിമ സമൂഹത്തെ പോലെ ഒരു ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പ്രതിസന്ധിക്കൊക്കെ വിരാമമാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ
ഗണം, നമ്മളുടെ ഗ്രൂപ്പ്, നമ്മളുടെ സമൂഹം വളരണം. അതിനുള്ള പ്രചോദനം ദൈവം നമുക്ക് തരട്ടെ. നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ഫലം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.